നീലകണ്ഠന്റെ കൂടിന്റെ നിർമ്മാണമൊക്കെ എങ്ങനെയായിരുന്നു? കൂടുതൽ നിർമ്മാണം സ്പോൺസർ അവര് എല്ലാവരും പിന്നെ ദേവസ്വത്തിന് സഹായവും എല്ലാം കൂടി ചേർന്നപ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നാനക്കാരനായ സാബുചാരനാണ് സ്പോൺസറിനെ കണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. എവിടെയാണ് കുളിപ്പിക്കാൻ അവനെ കൊണ്ടുപോകുന്നത്? തോട്ടിലുണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെ സഹായം ചെയ്യുന്നേ? കുളിപ്പിക്കും അല്ലേ? വരച്ച് കുളിപ്പിക്കാനൊക്കെ കൂടും അല്ലേ? അതെ ചെയ്യും അല്ലേ? നമസ്കാരം. VM പ്രതിയും മീഡിയ വീണ്ടും സ്വാഗതം. ഗജവീരൻ ചിറക്കടവ് തിരുനീലകണ്ഠന് പുതിയ വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു. സ്പോൺസറും ദേവസ്വം ഭാരവാഹികളും നാട്ടുകാരുമൊക്കെ ചേർന്ന് അടിപൊളി ഒരു കൂടാണ് പ്രിയപ്പെട്ട കരിവീരന് സമ്മാനിച്ചിരിക്കുന്നത്. നീരുകാലത്തെ നീലകണ്ഠന്റെ പരാക്രമങ്ങൾ പലപ്പോഴും ഈ ചാനലിലൂടെ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. എന്തിനേയും തച്ചു തകർക്കുന്ന ആ കലിപ്പിന് മുന്നിൽ പുതിയ കൂടാണ് ഇടം പിടിച്ചിരിക്കുന്നത്. നീലകണ്ഠന്റെ അടുത്തുനിന്ന് മാറുന്നതിന് മുമ്പായി തൻ്റെ പ്രിയപ്പെട്ട കരിവീരന് ഒരു കൂടുണ്ടാവണം, കെട്ടുതറയുണ്ടാവണം എന്ന പാപ്പാന്റെ വലിയ ആഗ്രഹമാണ് ഈ കൂട് നിർമ്മാണത്തിന് സ്പോൺസറെ കണ്ടെത്തുന്നതിലേക്ക് വരെ എത്തിച്ചത്. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്രം അധികൃതരുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരുടെയും നാട്ടുകാരുടെയും എല്ലാം ഓമനയാണ് പ്രിയപ്പെട്ട തിരുനീലകണ്ഠൻ. അവനെ സംരക്ഷിക്കുന്നതിൽ പ്രായഭേദമന്യേ നാട്ടുകാരെപ്പോഴും ഒത്തുകൂടാറുണ്ട്. ഇവിടെ ഒരുപറ്റം കുട്ടികൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവരും ഒന്നാം പാപ്പാൻ സാബു ചേട്ടനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകാറുണ്ട്. നിങ്ങൾ നീലകണ്ഠൻ എന്തൊക്കെ സഹായമാണ് ചെയ്തു കൊടുക്കുന്നത്? തീറ്റ എടുത്ത് കൊടുക്കും അല്ലേ? എവിടെയാ നിങ്ങൾ തീറ്റ വെട്ടാണ്ട് പോകുന്നത്? വീടുകളിൽ പോകും അല്ലേ? വേറെ എന്തൊക്കെ അവന് കൊണ്ട് കഴിക്കാൻ കൊണ്ട് കൊടുക്കും? പഴം, ശർക്കര കുളിപ്പിക്കാൻ കൊണ്ടുപോകും. എവിടെയാ കുളിപ്പിക്കാൻ അവനെ കൊണ്ടുപോകുന്നത്? തോട്ടിലുണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെ സഹായം ചെയ്യുന്നേ? കുളിപ്പിക്കും അല്ലേ? വരച്ച് കുളിപ്പിക്കാനൊക്കെ കൂടും അല്ലേ? അതെ ചെയ്യും അല്ലേ? എങ്ങനെയുണ്ട് ഇവൻ? ഇപ്പൊ ഹാപ്പിയാണോ ആളെ? എന്റെ പുതിയ കൂടിനെ കുറിച്ച് എന്നാ പറയണ്ടേ? ആണല്ലേ? ഇവിടെ നിങ്ങളിപ്പം എന്താ കളിക്കാൻ വന്നോ? ഫുട്ബോൾ കളിക്കാം അല്ലേ? ഏത് ടീമാ ഇത്? അർജന്റീനയുടെ ജേഴ്സി ഒക്കെ ഉണ്ടല്ലോ ഒരാൾ ഇട്ടേക്കുന്നത്. എല്ലാ ടീമുകളും ഉണ്ട്. ആരെയാ കൂടുതൽ ഇഷ്ടം? മെസ്സി, റൊണാൾഡോ, നെയ്മറിന്റെ ആളില്ലേ? ഇല്ല, നെയ്മറിന്റെ താല്പര്യമില്ല. ഓക്കെ. ഇവനോട് കൊടുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നാ? അതൊക്കെ കൊടുക്കും ഭയങ്കര താല്പര്യം അല്ലേ? ഓക്കെ. ഇവന് എവിടെയെങ്കിലും ഈ ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇവനെ കാണാൻ വേണ്ടിയൊക്കെ പോകാറുണ്ടോ? ഇടയ്ക്ക് പോകും അല്ലേ? അപ്പം നമ്മുടെ ഒരു ഹൃദയവികാരമാണ് അവൻ അല്ലല്ലേ? നിങ്ങളുടെ പേരെന്ന് പറഞ്ഞു വരത്തട്ടെ. ആദ്യത്തെ ആളുടെ പേര്? എന്ത് ചെയ്യുന്നു? 10ാം ക്ലാസ് പഠിക്കുന്നു. ഓക്കെ. മോനെ? ഓക്കെ. എൻ്റെ പേര് ജീവൻ, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് ദേവൻ, ഞാൻ അവിടെ +1 പഠിക്കുന്നു. ഓക്കെ. ശരി. രണ്ടുപേര് എത്ര ടീൻസാ അല്ലേ? ശരി. നിങ്ങളെല്ലാവരും നീലകണ്ഠൻ എന്നാ വിളിക്കുന്ന പേര്? നീലു എന്നല്ലേ? ഒന്ന് ഉറക്കം വിളിച്ചേ നീലുന്ന്. ഒന്നുകൂടെ വിളിച്ചോ. തല വെക്കോ? കൈ വെക്കോ? തുമ്പി വെക്കാന്ന് പറഞ്ഞേ ആണോ? വിളിച്ചു നോക്കിയേ. മൈൻഡ് ചെയ്തില്ല. നീലന് മുന്നിൽ തെങ്ങോല കൂന കൂട്ടി ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇവനെ എത്ര കാര്യമായിട്ടാണ് പാപ്പാനും ക്ഷേത്രം അധികൃതരും സംരക്ഷിക്കുന്നത് എന്ന്. പനമ്പട്ടയാണ് നീലന് ഇഷ്ടപ്പെട്ട മറ്റൊരു ഭക്ഷണം. പനന്തടി തൻ്റെ കൂർത്ത കൊമ്പുകൊണ്ട് ശക്തിയായി സമ്മർദ്ദം ചെലുത്തി പൊട്ടിച്ചെടുക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്.
മതപ്പാടിൽ നീലൻ നിൽക്കുന്ന സമയത്തും ഇവന് പനംകുറ്റി ഇട്ടുകൊടുക്കാൻ പലപ്പോഴും പാപ്പാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ചെറിയ പീസുകളാക്കി നൽകി അവനിഷ്ടപ്പെട്ട ആഹാരം ആ സമയത്തും അവൻ എത്തിച്ചു കൊടുക്കുവാൻ പാപ്പാന്മാർ, പ്രത്യേകിച്ച് ഒന്നാം പാപ്പാൻ സാബുച്ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടത്രേ. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നീലകണ്ഠനെ സ്നേഹിക്കുന്ന ഒരുപറ്റം നല്ലവരായ നാട്ടുകാരുണ്ട് എന്നുള്ളതാണ് ഈ ഗജവീരൻ്റെ കരുത്തിനു പിന്നിലുള്ള സത്യം. ഇവൻ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിന് പിന്നിലുള്ള രഹസ്യവും ഇതുതന്നെയാണ്. നീലകണ്ഠൻ്റെ കൂടിൻ്റെ നിർമ്മാണമൊക്കെ എങ്ങനെയായിരുന്നു? കൂടുതൽ സ്പോൺസർ അവരെല്ലാവരും പിന്നെ ദേവസ്വത്തിന് സഹായവും എല്ലാം കൂടി ചേർന്നപ്പോൾ പിന്നെ ഒന്നാനക്കാരനായ സാബുചേട്ടനാണ് സ്പോൺസറിനെ കണ്ട് ആണ്ട കുടുംബക്കാർ ഇതിനെല്ലാം മുൻകൈ എടുത്ത സാബുചേട്ടനാ? ഇതിനെല്ലാം മുൻകൈ എടുത്ത് സാബുച്ചായി നടന്ന് എല്ലാം സെറ്റാക്കി. ദേവസ്വത്തിൻ്റെ സഹായം, സാറന്മാരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ്. നല്ല മനോഹരമായ ഒരു കൂടാണല്ലേ. നേരത്തെ കൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചോർന്നൊലിക്കുകയും ഇതിപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമാണ്. ഇപ്പോൾ കണ്ടില്ല, വാട്ടർ ടാങ്കിനുള്ള സെറ്റപ്പിന് അവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അവിടെയാണ് കാണുന്നത്, അവിടെ ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ. മുമ്പ് പിന്നെ കൂടില്ലാത്തതുകൊണ്ട് പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ട് കെട്ടേണ്ടി വന്നായിരുന്നു അല്ലേ? അത് പാപ്പാന്റെ ഒരു ആഗ്രഹമായിരുന്നു, സാബുചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ പുള്ളിക്ക് പോകുന്നതിന് മുമ്പ് കൂട് വേണമെന്നുണ്ടായി. റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് ആനയ്ക്ക് ഒരു കൂട് വേണമെന്ന് സാബുചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു അല്ലേ? ഇത് എത്ര ദിവസം കൊണ്ട് ഇത് പണി പൂർത്തിയായി? കുറച്ച് നാളെടുത്തല്ലേ? നന്നായിട്ട് പണിതു അല്ലേ? ഇതുപോലെ ഇത്ര ഉയരമുള്ളൊരു കൂട് സാറിന് ആനയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും നല്ല ഉയരം ഉണ്ടല്ലോ ഇത്. പിന്നെ മോള് എറിഞ്ഞ് തകർക്കുന്നുണ്ടോ മതപ്പാട് സമയത്തല്ലേ? വലിയ വലിപ്പത്തിൽ മുകളിലേക്ക് കുത്തിയിരിക്കുന്നല്ലേ? ശരി ശരി. ആള് ഹാപ്പിയാണല്ലോ ഇപ്പൊ അല്ലേ? ചിറക്കടവ് തിരുനീലകണ്ഠൻ വളരെ സന്തോഷത്തിലാണ്. കാരണം അവനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ അവനൊപ്പമുണ്ട് എപ്പോഴും. അവൻ്റെ പ്രിയപ്പെട്ട പാപ്പാൻ സാബുച്ചേട്ടൻ ഉൾപ്പെടെ. ഞങ്ങൾ ചെല്ലുമ്പോൾ സാബുച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വിശദമായ ഒരു വീഡിയോ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ
ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.